ഞാൻ ജോത്സ്ന. ഞാൻ ഡോപ്പയിൽ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ 544 ആണ് എൻ്റെ മാർക്ക്. ഒന്നാമത് കാര്യം ഞാൻ ഹോം സിക്കാണ്. എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കുന്ന മോർ കംഫർട്ടബിൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെക്കൊണ്ടാണ് പിന്നെ കൂടുതൽ ഓൺലൈൻ പ്രിഫർ ചെയ്യാൻ കാരണം. കഴിഞ്ഞ കൊല്ലം ഞാൻ ഓൺലൈൻ റിപ്പീറ്റർ തന്നെയായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ പ്രത്യേകിച്ച് നല്ല ക്ലാസ്സാണ്. പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എക്സാം ഷെഡ്യൂൾസൊക്കെ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓഫ്ലൈൻ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയപ്പോൾ ഓൺലൈൻ തന്നെ ഞാൻ ഡോപ്പ തന്നെ തിരഞ്ഞെടുത്താണ്. ഡിസ്ട്രാക്ഷൻസ് പറഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സായിട്ട് ചാറ്റിങ് ഒക്കെ. ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ഹോസ്റ്റലിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെ ചാറ്റ് ചെയ്യലോ അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ ആരും ഉണ്ടാവില്ല, അമ്മ അച്ഛനൊക്കെ ജോലിക്ക് പോയാൽ. പിന്നെ ഞാൻ ഡിസ്ട്രാക്ഷൻസ് അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. അതിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതാണല്ലോ. കഴിഞ്ഞെല്ലാം മാർക്ക് കുറച്ച് ലോ ആയി ഒക്കെ വന്നപ്പം ഭയങ്കര സാഡായി. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ട്രൈ ചെയ്താൽ കിട്ടുമെന്ന് പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ ഒന്നുകൂടി ചെയ്യാമെന്ന് വിചാരിക്കും. അത് ഞാൻ ബെസ്റ്റ് ഡിസിഷൻ തോന്നുന്നു. കിട്ടുകയാണെങ്കിൽ ഒന്നാമത്തെ അഡ്വൈസ് ടൈം മാനേജ്മെൻറ്റ്. എനിക്ക് ടൈം ഭയങ്കര ലാഗായിട്ടുണ്ട് എക്സാം ടൈമിൽ. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പിന്നെയും കുട്ടികൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ടൈം എടുത്ത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ പെട്ടു എക്സാം ടൈമിൽ. അതെനിക്കൊന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓൺലൈനിലാകുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് കുറേ ഉണ്ടാവും. അതൊക്കെ ആക്കുക. പിന്നെ ഫങ്ഷൻസിന് പോവാതിരിക്കുക. അങ്ങനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്താൽ ഒക്കെ ടൈം മാനേജ്മെൻറ്റ്. ഓൺലൈനായിട്ട് അത് ഈ വീഡിയോസ്. പിന്നെ എനിക്ക് വലിയ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. എല്ലാവരും അമ്മയ്ക്ക് ജോലി വേണ്ടി അവിടെ വീട്ടിൽ ഒറ്റയ്ക്കായതിനെ കൊണ്ട് തന്നെ അങ്ങനെ വലിയ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ വല്ല ഫങ്ഷൻസൊക്കെ ഓണം അങ്ങനത്തേന് പിന്നെ ലീവ് ഉണ്ടാവില്ല, ഒരു 1 ഡേ. ആ ഡേ യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഇനിയിപ്പോൾ ഇതെടുത്ത് ഡിഗ്രി എടുത്ത് പോകണമെങ്കിലും 3 ഇയേഴ്സ്. അതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ ഡിഗ്രി എടുത്ത ഫ്രണ്ട്സിന് തന്നെ വലിയ അഭിപ്രായമൊന്നുമില്ല. ഓരങ്ങനെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ആ ഡിഗ്രിക്ക് പോകണതിനെക്കാട്ടി നല്ലത് നീറ്റ് കോഴ്സ് ചെയ്ത് ഇതിപ്പോൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 5 ഇയേഴ്സ് ജോബ് ഒന്ന് ഉറപ്പിക്കാമല്ലോ. ഡിഗ്രി ആകുമ്പോൾ പിന്നെ 3 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ PSC അവിടെ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നീറ്റ് എടുത്താൽ ഇതൊന്ന് ക്രാക്ക് ചെയ്ത് കിട്ടിയാൽ പിന്നെ ലൈഫ് സെറ്റ്. അപ്പോൾ ക്ലാസ് വൈസും സാറുമാർ, മെൻറ്റേഴ്സ് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അതേപോലെ തന്നെ ഓൺലൈനിലാകുമ്പോൾ ഫ്രണ്ട്സ് കുറേ ഡൗട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് അറിയാതുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടി നമ്മൾ ചെയ്യല്ലോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ യൂസ്ഫുള്ളാണ്. പിന്നെ സാറുമാരൊക്കെ അടിപൊളിയാണ്. ഒന്നാമത് വീട് അപ്പോൾ നല്ല കംഫർട്ടബിൾ ആവും. ഹോസ്റ്റലിൽ പറഞ്ഞാൽ പിന്നെ വേറെ കുട്ടികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു നല്ല പഠിച്ച് കമ്പയറിങ് ഒക്കെ നമ്മൾ ചെയ്യും. ഇവിടെ ആകുമ്പോൾ പിന്നെ നമ്മൾ അത്ര കമ്പയറിങ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ കംഫർട്ടായിട്ട് കടന്നോ ഇരുന്നോ എങ്ങനെയാണെങ്കിൽ പഠിക്കാം. നമ്മൾ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള ടൈം എടുക്കാം. കുറച്ച് റെസ്റ്റ് എടുക്കുകയാണെങ്കിലും എടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പഠിച്ചു തരാം.